കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും മരണങ്ങളും ലോക്സഭയിൽ ഉന്നയിച്ച കേരളത്തിൽ നിന്നുള്ള എംപിമാർ കൊടിക്കുന്നിൽ സുരേഷ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി ശരത്ലാലുണ്ട്. ശരത്ത്, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ എത്രയോ റോഡ് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്, എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോൾ പ്രമേയവുമായി ബന്ധപ്പെട്ട നോട്ടീസിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ സേതുലക്ഷ്മി, കേരളത്തിലെ ദേശീയപാത 66 അതുപോലെ 966 എന്നീ ദേശീയപാതകൾ ഉണ്ടായിരുന്ന അപകടങ്ങളുടെ പട്ടിക കൂട്ടി ചേർത്താണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് സ്പീക്കറുടെ പരിഗണനയിലാണ്. ഇത് സംബന്ധിച്ച് ഇതുവരെ ഒരു അറിയിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എം പിക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും കേരളത്തിലെ റോഡ് അപകടങ്ങൾ ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടക്ക് നടന്ന മുഴുവൻ റോഡ് അപകടങ്ങളുടെയും പട്ടിക അടിയന്തര പ്രമേയത്തോടൊപ്പം അദ്ദേഹം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 966 NH ദേശീയപാത 960 ഏറ്റവും കൂടുതൽ അപകടം നടന്നത്. അതുപോലെ ദേശീയപാത 66 അപകടങ്ങൾ നടന്നു. ഈ അപകടങ്ങളുടെയും മരണസംഖ്യയും പരിക്കേറ്റവരുടെ കണക്കടക്കം വെച്ചിട്ടാണ് അടിയന്തര പ്രമേയത്തിന് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഒരു സംസ്ഥാനത്ത് ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം അപകടങ്ങൾ നടന്നു. ഇതിൻ്റെ പ്രധാന കാരണം നാഷണൽ ഹൈവേയുടെ റോഡ് നിർമ്മാണത്തിലെ അപാകതയാണെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഏതായാലും അടിയന്തരമായി ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടത്. കൊടിക്കുന്നിൽ സുരേഷിന്റെ അടിയന്തര പ്രമേയത്തിന് മറ്റ് UDF LDF എംപിമാർ പിന്തുണ നൽകുമെന്നും അറിയുന്നു. ഏതായാലും കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയം ലോക്സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടിയന്തര പ്രമേയം അനുവദിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇത് സംബന്ധിച്ച ഒരു ശ്രദ്ധ ക്ഷണിക്കില്ലെങ്കിലും കൊടിക്കുന്നിൽ സുരേഷിന് അവസരം ലഭിക്കൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സേതുലക്ഷ്മി, ചെറിയ ശരത്ത്, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെയും മരണങ്ങളുടെയും എണ്ണത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ.